എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. കൊലോസ്യർ 1:13. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വിമോചന കഥ ഏതെന്ന് ചോദിച്ചാൽ അതൊരു രാജാവിൻ്റെ യുദ്ധവിജയമല്ല, ഒരു സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയുമല്ല. പക്ഷെ പാപത്തിൻ്റെ ഇരുട്ടിൽ അടിമപ്പെട്ട മനുഷ്യനെ ദൈവം തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന അത്ഭുത കൃപയുടെ കഥയാണ്. ഇന്ന് നാം വായിച്ച വചനം ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയുടെ മനോഹര ചിത്രമാണ്. ഇവിടെ 3 മഹത്തായ സത്യങ്ങൾ നമുക്ക് കാണാം. ഇരുട്ടിൽ നിന്നുള്ള വിടുതൽ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം, അതിന് പകരമായി നമ്മിൽ നിന്നുയരുന്ന സ്തോത്ര ജീവിതം. ആദ്യം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് വചനം പറയുന്നു. ഇവിടെ പറയുന്ന ഇരുട്ട് വെറും രാത്രിയുടെ അന്ധകാരമല്ല, അത് പാപത്തിൻ്റെ അവസ്ഥയാണ്. ദൈവത്തിൽ നിന്നും അകന്ന ജീവിതമാണ്. സത്യത്തെ കാണാതാകുന്ന ആത്മീയ അന്ധതയാണ്. ഇരുട്ടിനൊരു സ്വഭാവമുണ്ട്, അത് മനുഷ്യനെ വഴിതെറ്റിക്കും. ഇരുട്ടിൽ നടന്നാൽ മനുഷ്യൻ ഇടറി വീഴും. എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അവന് തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ ദൈവമില്ലാത്ത ജീവിതം പുറമെ മനോഹരമായി തോന്നിയാലും അകത്ത് ശൂന്യതയും ഭയവും ബന്ധനവും നിറഞ്ഞതാണ്. പാപം ആദ്യം ആകർഷിക്കും, പിന്നെ അടിമപ്പെടുത്തും, ഒടുവിൽ നമ്മെ നശിപ്പിക്കും. എന്നാൽ സുവിശേഷത്തിൻ്റെ മഹത്വം ഇതാണ്: ദൈവം നമ്മെ ഇരുട്ടിൽ ഉപേക്ഷിച്ചില്ല. നാം രക്ഷ തേടിയിറങ്ങുന്നതിന് മുമ്പ് ദൈവം നമ്മെ അന്വേഷിച്ചു വന്നു. നാം വീണ് കിടക്കുമ്പോൾ ദൈവം നമുക്കരികിലേക്ക് തൻ്റെ കൈ നീട്ടി. ഒരു തടവുകാരനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ചു. പ്രിയരെ, ചില ബന്ധനങ്ങൾ കണ്ണുകൊണ്ട് കാണാനാവില്ല. അഹങ്കാരത്തിൻ്റെ ബന്ധനം, അസൂയയുടെ ബന്ധനം, ക്ഷമിക്കാത്ത ഹൃദയത്തിൻ്റെ ബന്ധനം, ലോകസ്നേഹത്തിൻ്റെ ബന്ധനം, ഇവ മനുഷ്യനെ അകത്തുനിന്ന് തകർക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. രണ്ടാമതായി വചനം പറയുന്നു, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്തു. എത്ര മനോഹരമായ വാക്കുകൾ! ദൈവം നമ്മെ വെറും ഇരുട്ടിൽ നിന്ന് പുറത്തെടുത്തതല്ല, ഒരു പുതിയ രാജ്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുവന്നത്. ഒരു അനാഥ കുഞ്ഞിനെ രാജധാനിയിലേക്ക് ദത്തെടുക്കുന്നത് പോലെ ദൈവം നമ്മെ തൻ്റെ രാജ്യത്തിലെ മക്കളാക്കി. ക്രിസ്തുവിൻ്റെ രാജ്യം ഭയത്തിൻ്റെ രാജ്യമല്ല, സ്നേഹത്തിൻ്റെ രാജ്യമാണ്. അവിടെ ക്ഷമയുണ്ട്, അവിടെ കൃപയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ പ്രത്യാശയുണ്ട്, വിശ്വാസത്തിൻ്റെ ധൈര്യമുണ്ട്. ഈ ലോകത്തിലെ രാജ്യങ്ങൾ ശക്തി കൊണ്ട് ഭരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യം സ്നേഹത്തിലൂടെയാണ് ഭരിക്കുന്നത്. അവിടെ രാജാവിൻ്റെ കയ്യിൽ ശക്തമായ ആയുധങ്ങളല്ല, ദൈവകൃപയാണ്. അവിടെ നിയമത്തെക്കാൾ മഹത്തായത് കരുണയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ഏത് രാജ്യത്തിൻ്റെ പൗരന്മാരാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തണം. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽപ്പെട്ടവൻ വെറുപ്പിൽ ജീവിക്കുകയില്ല. അവൻ ക്ഷമിക്കും, സകലരെയും സ്നേഹിക്കും. അവൻ ഇരുട്ടിൽ വെളിച്ചമായി നിൽക്കും. ലോകം പ്രതികാരം പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മെ ക്ഷമിക്കാനാണ് പഠിപ്പിക്കുന്നത്. ലോകം
സ്വാർത്ഥതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മെ ത്യാഗം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതം ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ പ്രതിഫലനം ആയിരിക്കണം. മൂന്നാമതായി വചനം പറയുന്നു, പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സ്തോത്രത്തിൻ്റെ ജീവിതമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദൈവകൃപ തിരിച്ചറിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നന്ദി നിറയും. സ്തോത്രം വെറും പാട്ടല്ല, അതൊരാത്മാവിൻ്റെ ഭാഷയാണ്. കണ്ണുനീർ നിറഞ്ഞ രാത്രിയിലും ദൈവമേ നന്ദി എന്ന് പറയാനുള്ള വിശ്വാസമാണ് സ്തോത്രം. പൗലോസ് ജയിലിൽ വെച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കാരണം അവൻ്റെ സ്വാതന്ത്ര്യം മതിലുകൾക്കുള്ളിലായിരുന്നില്ല, ക്രിസ്തുവിലായിരുന്നു. പ്രിയരെ, ഇന്ന് പലരും അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസി കൊടുങ്കാറ്റിനിടയിലൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധികളുടെ നടുവിലൂടെ താൻ യാത്ര ചെയ്യുമ്പോഴും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. കാരണം അവൻ അറിയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം ഇന്നും തൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. ഒരിക്കൽ നാം നഷ്ടപ്പെട്ടവരായിരുന്നു, ഇന്ന് നാം കണ്ടെത്തപ്പെട്ടവരാണ്. ഒരിക്കൽ പാപത്തിൻ്റെ അടിമകളായിരുന്നു, ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്. ഒരിക്കൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു, ഇന്ന് നിത്യജീവൻ്റെ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ്. അതിനാൽ നമ്മുടെ വായിൽ പിറക്കേണ്ടത് പരാതിയല്ല, പരിഭവമല്ല, സ്തോത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങേണ്ടത് നിരാശയല്ല, പ്രത്യാശയാണ്. ഇന്നീ വചനം നമ്മോട് ചോദിക്കുന്നത്, നീ ഇപ്പോഴും ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുകയാണോ? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ വെളിച്ചത്തിൽ നടക്കുന്നവനാണോ? ദൈവം ഇന്നും മനുഷ്യനെ വിളിക്കുന്നു ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നാശത്തിൽ നിന്നും നിത്യ ജീവിതത്തിലേക്ക്. അവസാനമായി പ്രിയ സഹോദരങ്ങളെ, നമ്മെ വിടുവിച്ച ദൈവത്തെ മറക്കരുത്. നമ്മെ മാറ്റിയ ദൈവകൃപ ചെറുതാക്കരുത്. നമ്മെ രാജ്യമാറ്റം ചെയ്ത ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിനെ നിഷേധിക്കരുത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹപുത്രൻ്റെ രാജ്യത്തിലാക്കിയ പിതാവിന് നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി തീരട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിനെ ഹൃദയം തുറന്ന് സ്തോത്രം കരേറ്റുന്ന, സ്തുതിമഹിമകൾ അർപ്പിക്കുന്ന ഒരു അനുഗ്രഹീത വ്യക്തിത്വമായി കർത്താവ് നമ്മെ തീർക്കുമാറാകട്ടെ. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.